പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? യേശുക്രിസ്തു നിങ്ങൾക്കായിട്ടുണ്ട്. പിന്നെന്തിനാണ് പേടിക്കുന്നത്? ഈ ദുഷ്ടന്മാരായ മനുഷ്യർ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മെ ഇല്ലാതാക്കണം, നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? ഏതോ ഒരു മനുഷ്യനെ കൊണ്ടോ ഏതോ ഒരു പരിതസ്ഥിതി കൊണ്ടോ നിങ്ങൾ ബാധിക്കപ്പെട്ട് പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ടോ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. യേശു നിങ്ങളുടെ പക്ഷത്തിലുണ്ടല്ലോ. യേശു പറയുന്നത് എന്താണെന്നറിയാമോ? 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ് ടുഡേ. വെറുതെ തമാശ നോക്കിക്കൊണ്ടിരിക്കൂ, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ദൈവം പറയുന്നു. യഹോശാഫാത്ത് എന്നൊരു രാജാവ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അയാള് സുഖമായി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത രാജ്യങ്ങളിൽ നിന്ന് 3 പേർ ഒരുമിച്ച് ഈ യഹോശാഫാത്തിനെ കൊല്ലണം, അയാളുടെ നാടിനെ കീഴടക്കണമെന്ന് പറഞ്ഞ് 3 പേരും യുദ്ധം ചെയ്യാനായി വന്നു. ഭയങ്കര സൈന്യം. 3 രാജ്യങ്ങളിലെ സൈനികർ ഒരുമിച്ച് ചേർന്നാൽ എന്താകും? കടപ്പുറത്തെ മണൽ പോലെ എണ്ണാനാകാത്ത സൈന്യം. അവരെ കണ്ടപ്പോൾ യഹോശാഫാത്ത് വിചാരിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ സമാധാനത്തോടെ എന്റെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തിനാണ് വന്നത്? അതാണ് ദുഷ്ടമനുഷ്യന്മാർ, നമ്മോട് അസൂയയുള്ളവർ, അത്യാഗ്രഹമുള്ളവർ, നമുക്ക് സ്വന്തമായതെല്ലാം മോഷ്ടിക്കണമെന്ന് കരുതുന്നവർ. എന്തു ചെയ്യും? യഹോശാഫാത്തിന് തന്റെ ജനത്തെ സംരക്ഷിക്കണമല്ലോ. പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാനാവില്ല. കാരണം ശത്രുക്കൾക്ക് സൈന്യബലം അധികമായിട്ടുണ്ട്. അതിനാൽ ഉപവസിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വരൂ, എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയൊരു പ്രവാചകനിലൂടെ ഒരു മറുപടി നൽകി. എന്താണ് പറഞ്ഞത്? ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, നീ വെറുതെ മൗനമായിരിക്കെ, ഞാൻ യുദ്ധം ചെയ്യും എന്ന് ദൈവം പറഞ്ഞു. അതേപോലെ ദൈവം യുദ്ധം ചെയ്തു. എന്താണ് ചെയ്തതെന്നറിയാമോ? ഒരാൾക്കെതിരായി ഓരോരുത്തരും പരസ്പരം വാളെടുക്കുകയുണ്ടായി. 3 സംഘവും തമ്മിൽ യുദ്ധം ചെയ്ത് അവർക്കിടയിൽ എന്താണ് കുഴപ്പമുണ്ടായതെന്ന് അറിയില്ല. വാളുകൊണ്ട് വെട്ടിമരിച്ചു. ബാക്കിയുള്ളവര് ഓടിപ്പോയി. യഹോശാഫാത്തിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല. നിങ്ങൾക്കെതിരായി വരുന്നവരെയും യഹോവ ചിതറിപ്പിക്കുന്നതായിരിക്കും. അവര് തമ്മിൽ ഒരുത്തനെതിരായി മറ്റവൻ യുദ്ധം ചെയ്യും. അവര് തമ്മില് വഴക്കിടും, ചിതറി ഓടിപ്പോകും. നിങ്ങൾ ഭയപ്പെടാതെ ക്ഷമയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം വാക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ വെറുതെ മൗനമായി ഇരുന്നാൽ മതി എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ വഴക്കിടേണ്ടതില്ല. വായ കൊണ്ടൊന്നും തന്നെ പറയരുത്, ഒന്നും ചെയ്യരുത്. ക്ഷമയോടെ ഇരിക്കൂ, സ്വസ്ഥമായിരിക്കൂ. യഹോവ നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് രക്ഷയുണ്ടാകും, നിങ്ങൾക്ക് ജയമുണ്ടാകും. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഭയപ്പെടുന്നുവോ അതുപ്രകാരം ഒന്നും സംഭവിക്കുകയില്ല. യഹോവ നിങ്ങളെ ജയിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ വിശ്വാസത്തോടെ പറയൂ, ദൈവമേ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അങ്ങെനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും രക്ഷയുണ്ടാക്കുന്നതും ഞാൻ നോക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ശാന്തനായിരിക്കുന്നു, അങ്ങ് നോക്കിക്കൊള്ളും. അങ്ങ് ഈ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നു, ജയം നൽകുന്നു. അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.